ഹലോ ഗായ്സ്, ജിബുടോക്സ്. ഈ ആഴ്ച ബിഗ് ബോസിൽ നടന്ന പ്രധാനപ്പെട്ട വിശേഷങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ലാലേട്ടൻ പറയുന്ന ഈ വാചകങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വരും നമുക്ക് നോക്കാം ലാലേട്ടൻ എന്തിനെക്കുറിച്ചാണ് അടിസ്ഥാനപ്പെടുത്തുന്നതെന്ന്. ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയുടെ തുടക്കത്തിൽ ഡാൻസിംഗ് മാരത്തൺ ഒരുക്കിയ രസനിമിഷങ്ങളുടെ ആകാശമായിരുന്നു. എങ്കിലും പോകെ പോകെ അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം മേഘാവൃതമാക്കി. അടുക്കള പോരാട്ടം അത് എന്തിനെ കുറിച്ചാണ്? ആര്യൻ കുഴച്ചു വെച്ച ചപ്പാത്തിയുടെ ദോശയുടെ മാവ് അടച്ചു വെക്കാതെ വേറെ വഴിക്ക് പോയപ്പോൾ ഇത് കണ്ട് ഷാനവാസും ലക്ഷ്മിയും ഒറ്റക്കെട്ടായിട്ട് ആര്യന്റെ അടുക്കൽ വന്ന് വഴക്ക് പിടിക്കുന്നു. ലക്ഷ്മി പറയുന്നു, ഈ മാവില് എലിയോ പല്ലിയോ പാറ്റയോ വന്ന് ഹൈജീനിക് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്കിനെ, ഈ പറഞ്ഞ ലക്ഷ്മിയുടെ വാക്കിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഷാനവാസും ആര്യനും തമ്മിലുള്ള സംഘർഷത്തെയാണ് ഈ അടുക്കള പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സീക്രട്ട് ടാസ്കിന്റെ ആവേശം കെടുത്തിയ നിലപാട് അസ്വസ്ഥതയുടെ പൊടിക്കാറ്റ് പറത്തി. ഈ പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ. സീക്രട്ട് ടാസ്ക് കൊളവാക്കിയത് ഷോ ഓഫ് ഷാനവാസ്. ആര്യൻ ഷാനവാസിനോട് പറഞ്ഞു, ഇത് ആരോടും പറയരുത്, ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ് എന്ന് ആര്യൻ ഷാനവാസിനോട് മര്യാദയ്ക്ക് പറഞ്ഞു. ഷാനവാസ് മര്യാദയ്ക്ക് ചെന്ന് ഇത് ആദിലയോടും നൂറയോടും ചെന്ന് ഒറ്റിക്കൊടുത്തു. അങ്ങനെ ആ സീക്രട്ട് ടാസ്ക് കൊളവാക്കിയ അവാർഡ് ഷാനവാസിനാണ്. അതിനെക്കുറിച്ചാണ് ഈ മോഹൻലാൽ ഇത് പറയുന്നത്. അടുത്തത് പോരട്ടെ. ടാസ്കിന് ശേഷം അർദ്ധരാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ ഇടിവെട്ടും പേമാരിയും ഏത് ടാസ്കിന് ശേഷവും വഴക്കിന്റെ പെരുമഴ എന്ന പതിവ് തെറ്റിച്ചു. ഈ അർദ്ധരാത്രിയിൽ പറയാനൊന്നുമില്ല. ഈ വഴി പോകുന്ന വള്ളിയെല്ലാം ഷാനവാസ് കയറി പിടിക്കൂലോ. അപ്പൊ തരികട സാബു ഒരു മാലപ്പടക്കത്തിന്, ചെറിയൊരു മാലപ്പടക്കത്തിന് തിരി കൊടുത്ത് വിട്ടു. ആ വള്ളിയിൽ കയറി നേരെ ഷാനവാസ് അക്ബറിന്റെ നെഞ്ചത്തോട്ട് ആദ്യമേ, രണ്ടാമത്തെ പോകുന്ന വഴി ആര്യന്റെ നെഞ്ചത്തോട്ട്, പിന്നെ ആര്യൻ തള്ളക്കി വിളിച്ചത് ഷാനവാസ് ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നിയതാണെന്നും. ഈ ഷാനവാസ് പോകുന്ന വള്ളിയെല്ലാം കയറി പിടിക്കുക, അതാണ് നീറ്റ്, എന്നിട്ട് മീശ പിടിച്ച് കാണിക്കുക. അപ്പൊ മോഹൻലാൽ ഈ അർദ്ധരാത്രിയിലെ കാര്യം പറയുന്നത് ഇതിനെ കുറിച്ചാണ്. ബിഗ് ബോസ് ഷോയിൽ PR വർക്കിന്റെ ചുഴലിക്കാറ്റടിച്ചാലും ചൂടുമാറില്ല. അതിന് കൃത്യമായ ഗെയിം പ്ലാനുകളുടെ കുളിർമഴ തന്നെ പെയ്യണം. നോക്കാം അവിടെ ഇന്നത്തെ കാലാവസ്ഥ എന്താകുമെന്ന്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലാലേട്ടൻ PR ചെയ്യുന്നവരെ വെല്ലുവിളിച്ചതാണ്. നമുക്കറിയാം അനുമോളിന്റെ 16 ലക്ഷത്തിന്റെ PR-ഉം അനീഷിന്റെ PR എന്താണെന്ന് അറിയാത്ത കള്ളത്തരവും. അതാണ് ഉദ്ദേശിച്ചത് ലാലേട്ടൻ PR എന്നുകൊണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പം സീ യു സൂൺ.